ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. വളരെ കുറഞ്ഞ സമയം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാ സ്നാക്ക് ഉണ്ടാക്കുന്ന പോലെ മസാല വഴറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് മുട്ടയുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഇതിനായിട്ടൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മുട്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ഒരു സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുക്കണം എന്നില്ല, പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ 3/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പീസ് ബ്രെഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. നമ്മളിതിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടാനുള്ളൊരു പാകമായിട്ട് കിട്ടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു ബോൾ ഷേപ്പിലാണ് ഇതൊന്ന് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു മുട്ട എടുത്തിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസും മുട്ടയും റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബോളും എടുത്തിട്ട് ആദ്യം ഈ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ബാക്കി എല്ലാ ബോൾസും ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ആണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാരണം പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ നിറായിട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് കരിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റുകയാണ്. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളും എടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ലോലിപ്പോപ്പൊക്കെ ഇല്ല അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാനും ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ലോലിപ്പോപ്പ് പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്